NHS ഫ്ലൈറ്റ് വഴി NHS സ്റ്റാഫിന് മാത്രമല്ല കേട്ടോ, പബ്ലിക് സെക്ടറിലുള്ള എംപ്ലോയീസിനും വണ്ടി ബുക്ക് ചെയ്യാം. ആദ്യം NHS ഫ്ലൈറ്റ് സൊല്യൂഷൻ്റെ പേജിൽ പോയി ലോഗിൻ ചെയ്യണം. അക്കൗണ്ട് ഇല്ലാത്തവർ ജോബ് ഡീറ്റെയിൽസ് വെച്ച് രജിസ്റ്റർ ചെയ്യണം. ഇനി നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ഐ നോ വാട്ട് ഐ വോണ്ട്, സ്പെഷ്യൽ ഓഫർ, യൂസ്ഡ് സ്റ്റോക്ക്. ഇത് മൂന്നെണ്ണമാണ് മെയിനായിട്ട് വണ്ടി സെലക്ട് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് ആദ്യം സ്പെഷ്യൽ ഓഫറിൽ കയറി നോക്കാം. ഇതിൽ കൂടുതലുള്ളത് ഇലക്ട്രിക് കാർസ് ആയിരിക്കും. സ്പെഷ്യൽ ഓഫറിലെ വണ്ടികൾക്ക് പ്രൈസ് ഇച്ചിരി കുറവായിരിക്കും. ചില കാർ ബ്രാൻഡ്സ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് ഫാസ്റ്റ് ചാർജിങ് കാറിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓഡിയോ ഒക്കെ ആണെങ്കിൽ കുറച്ച് നാൾ മുന്നേ ഫ്രീ ഹോം ചാർജിങ് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്രോക്സിമേറ്റ് ഡെലിവറി ടൈം ദേ താഴെ കാണിക്കും. നമുക്കതുകൊണ്ട് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ വണ്ടി എപ്പോൾ കിട്ടുമെന്ന് അറിയാനും പറ്റും. മാത്രമല്ല ഡെലിവറി ടൈമും വളരെ കുറവായിരിക്കും. വിത്തിൻ ഫ്യൂ മന്ത്സ് നമുക്ക് വണ്ടി ഡെലിവർ ആവും. സ്പെഷ്യൽ ഓഫറിലുള്ള കാറുകൾ എപ്പോഴും കാണാറില്ല. ഒരു ലിസ്റ്റഡ് നമ്പർ ഓഫ് കാർസ് തീർന്നാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ കാറ് ആ സെയിം ഓഫറിൽ വരാൻ വേണ്ടിയിട്ട്. ഇനി യൂസ്ഡ് സ്റ്റോക്ക് നോക്കാം. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് യൂസ്ഡ് കാർ ആയിരിക്കും. പക്ഷേ അധികം പഴക്കം ഉണ്ടാവില്ല. യൂസ്ഡ് സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഡെലിവറി ടൈമാണ്. വളരെ ഷോർട്ടാണ്. ചിലപ്പോൾ വിത്തിൻ 2 or 3 വീക്സ് നമുക്ക് കാർ കിട്ടും. കാരണം കാർ ഓൾറെഡി ഏജൻസിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ പുതിയൊരു കാർ ഓർഡർ ചെയ്ത് അത് ഫാക്ടറിയിൽ ബിൽഡ് ചെയ്ത് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട അത്ര താമസമൊന്നുമില്ല. യൂസ്ഡ് ആണെങ്കിലും കാർ വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും. യൂസ്ഡ് സ്റ്റോക്കിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കാർ കമ്പനീസ് നമുക്ക് കുറേ ഫ്രീ ആക്സസ് തരും. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും ആപ്പ് ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും. വണ്ടീൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇവൻ വണ്ടി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആപ്പ് വഴി. അപ്പം ബ്രാൻഡ് ന്യൂ കാറിന് ആദ്യത്തെ കുറച്ച് വർഷത്തേക്ക് ഈ എല്ലാ ആപ്സും ഫ്രീ ആയിരിക്കും. ഇപ്പോഴത്തെ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTA, അതായത് ഓവർ ദ എയർ അപ്ഡേറ്റ് എന്ന് പറയും. നമ്മുടെ ഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പുതിയ ഫീച്ചേഴ്സൊക്കെ വരത്തില്ലേ, അതുപോലെ വണ്ടി നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പം കുറേ പുതിയ ഫീച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് വണ്ടിയിൽ കിട്ടും. അപ്പം പുതിയ വണ്ടിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ആപ്പെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ വണ്ടിക്കൊക്കെ ആണെങ്കിൽ ഇപ്പം ഇൻബിൽറ്റ് മോഡും ഉണ്ട്. അപ്പം ഇൻ്റർനെറ്റും വണ്ടി നമുക്ക് പ്രീ ഹീറ്റും കൺട്രോൾ ചെയ്യാനും വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആപ്പിൻ്റെ ഒരു എക്സ്പയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് പേ ചെയ്ത് തുടങ്ങണം. അപ്പോൾ ബ്രാൻഡ് ന്യൂ കാറാണെങ്കിൽ ആദ്യത്തെ ഒരു 3-4 വർഷം അല്ലെങ്കിൽ 5 വർഷം അങ്ങനെ പല കമ്പനികൾ ഡിപ്പെൻസ് ഓൺ കമ്പനികൾ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം ഈ യൂസ്ഡ് കാറിൻ്റെ പഴക്കം അനുസരിച്ച് നമുക്കിതുപോലെ ആ വണ്ടികളുടെ ഫ്രീ ആപ്പിൻ്റെ ഒരു ആക്സസിബിലിറ്റി നമുക്ക് കിട്ടുമില്ലയോ എന്ന കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. ഇനി നമുക്ക് ഐ നോ വാട്ട് ഐ വാണ്ട് നോക്കാം. ഇവിടെയാണ് ഒരുവിധം എല്ലാ ബ്രാൻഡ്സിൻ്റെ കാർ കളക്ഷൻ ഉള്ളത്. നമ്മൾ മുന്നേ സെലക്ട് ചെയ്ത ഓപ്ഷൻസിൽ ഇല്ലാത്ത വണ്ടികൾ ഒരുവിധം എല്ലാം ഇവിടെ ഉണ്ടാവും. കാരണം മുന്നേ കാണുന്ന വണ്ടികളെല്ലാം ഏറെക്കുറെ ഇലക്ട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ വണ്ടികളൊന്നും താല്പര്യമില്ല, അല്ല വേറെ റീസൺസ് കൊണ്ടും വണ്ടികൾ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഐ നോ വാട്ട് ഐ വാണ്ട്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെലിവറി ടൈം ഒരിക്കലും അറിയാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ ബ്രാൻഡ് ന്യൂ കാറാണ് ബുക്ക് ചെയ്യുന്നത്. കാർ ഓർഡർ ചെയ്ത് ഫാക്ടറിയിലേക്ക് മെസ്സേജ് പോയി പിന്നെ ഒരു പുതിയ കാർ ബിൽഡ് ചെയ്ത് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്ത് വരേണ്ട താമസം എടുക്കും. അത് അപ്പോഴത്തെ ആ കാറിൻ്റെ ഡിമാൻഡും ഡെലിവറി പീരീഡും എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വണ്ടി കിട്ടുക. അത് വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഇവൻ ഫ്ലീറ്റിന് പോലും നമ്മളെ ഇൻഫോം ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഫസ്റ്റ് വണ്ടി ഞാൻ ഐ നോ വാട്ട് ഐ വാണ്ട് വഴി ബുക്ക് ചെയ്തത്. 8 മാസം എടുത്ത് എനിക്ക് ആ വണ്ടി ഡെലിവർ ആവാൻ. അത് ഓരോ ബ്രാൻഡ്സിനും ഓരോ ടൈം പീരീഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടി ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആ കാറിൻ്റെ ഷോറൂമിൽ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കുക ആ വണ്ടിയുടെ ഇപ്പോഴത്തെ ഡെലിവറി ടൈം എത്രയാണെന്ന്. ഇനി നമുക്കൊരു വണ്ടിയുടെ കോട്ട് എടുത്ത് നോക്കാം. മുന്നേ പറഞ്ഞ ഏത് ഓപ്ഷൻ വഴി വണ്ടി എടുത്താലും വണ്ടിയുടെ കോട്ട് എടുക്കുന്നതും വണ്ടി ബുക്ക് ചെയ്യുന്നതും പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം ആണ്. നമുക്ക് ജസ്റ്റ് ഒരു വണ്ടി സെലക്ട് ചെയ്യാം. വണ്ടിയുടെ കളർ ലിസ്റ്റിൽ എപ്പോഴും ഒരു ഫ്രീ പെയിൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. നമുക്കിനി വേറെ കളർ വേണമെങ്കിൽ നമുക്കത് എക്സ്ട്രാ പേ ചെയ്ത് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ട്രിമ്മും നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് അനുസരിച്ച് വണ്ടിയുടെ ഇമേജ് മാറി വരില്ല. അപ്പോൾ നമുക്ക് വേണ്ട കളർ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കും എന്ന് അറിയണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇനി എക്സ്ട്രാ ഫീച്ചേഴ്സും സ്പെക്കും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ കാണാം. പക്ഷേ എല്ലാ കാറിനും ഞാൻ ഈ ഓപ്ഷൻ കണ്ടിട്ടില്ല. അടുത്തതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആനുവൽ മൈലേജ്. ഒരു വർഷം അപ്രോക്സിമേറ്റ് നമ്മൾ എത്ര ഓടുമെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു നമ്പർ ചൂസ് ചെയ്യാം. ഇൻ കേസ് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ജസ്റ്റ് ബേസിക് നമ്പർ ഇട്ട് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പിന്നെ ഒരു തവണ കൂടെ മൈലേജ് അമെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്ലീറ്റ് നമുക്ക് തരും. ഇനി സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാക്ട് പീരീഡ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ കോൺട്രാക്ട് പീരീഡ് നമ്മുടെ ആവശ്യം അനുസരിച്ച് അത് ചൂസ് ചെയ്യാം. പിന്നെ പ്രൊഫൈലിലെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. പിന്നെ NHS പെൻഷൻ നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം. അത് NHS പെൻഷൻ ഓൺ ആണെങ്കിൽ നമ്മുടെ കുറച്ച് സംഖ്യ നമുക്ക് വണ്ടിക്ക് പേ ചെയ്യേണ്ടത് NHS പെൻഷനിൽ നിന്ന് അവർ ഡിഡക്ട് ചെയ്തോളും. അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് സാലറിയിൽ നിന്ന് അത്രയും കൂടെ എമൗണ്ട് പോകും. ഇനി കോട്ടെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തത് ഒരു EV ആണെങ്കിൽ ഇത് ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു EV ആണെങ്കിൽ കമ്പൽസറി ആയിട്ട് വീട്ടിലൊരു ഫാസ്റ്റ് ചാർജിങ് വേണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമുക്ക് 2 ഓപ്ഷൻസ് അവർ തരും. സാലറി സാക്രിഫൈസും സാലറി ഡിഡക്ഷനും.
എൻ്റെ അഭിപ്രായത്തിൽ സാലറി ഡിഡക്ഷൻ എനിക്കത്ര ലാഭമായിട്ട് തോന്നിയിട്ടില്ല. ഇനി സാലറി സാക്രിഫൈസ് എങ്ങനെ ലാഭമാകുന്നെന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ എൻ.ഐ.ന്നും ടാക്സിന്നും പെൻഷനിന്നും കുറച്ച് കുറച്ച് എമൗണ്ട് അവർ നമ്മുടെ വണ്ടിക്ക് വേണ്ടി ഡിഡക്ട് ചെയ്യും. ബാക്കി വരുന്ന എമൗണ്ട് മാത്രമേ നമ്മുടെ സാലറിയിൽ നിന്ന് അവർ ഡിഡക്ട് ചെയ്യുള്ളൂ. പക്ഷേ നമ്മുടെ പേ സ്ലിപ്പിൽ മന്ത്ലി ഗ്രോസ് സാലറി മൊത്തം ഡിഡക്റ്റ് ആയി എന്നുള്ള രീതിയിലായിരിക്കും അവർ കാണിക്കുക. അങ്ങനെ കാണിച്ചാലും അതിൽ എൻ.ഐ., ടാക്സും പെൻഷനും ഒക്കെ നമുക്ക് കുറച്ച് എമൗണ്ട് സേവിങ്സ് ആയിട്ട് മാറും. ബാക്കി വരുന്ന എമൗണ്ട് മാത്രമേ ആക്ച്വലി നമ്മുടെ സാലറിയിൽ നിന്ന് പോവുള്ളൂ. ഇനി നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്റ്റേജസ് എല്ലാം അപ്രൂവ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് വണ്ടി കിട്ടുള്ളൂ. നമ്മുടെ കോട്ട് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യണം. അതെല്ലാം ഓൺലൈനാണ് കേട്ടോ. പിന്നെ നമ്മുടെ മാനേജർ സൈൻ ചെയ്യണം. എംപ്ലോയർ അപ്രൂവൽ ചെയ്യണം. പിന്നെ നമ്മുടെ കാർ ഓർഡർ ആവും. പിന്നൊരു കാര്യം, നമുക്ക് ഫ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ആണ് കേട്ടോ. നമുക്ക് 4 ഡ്രൈവേഴ്സിന് മൊത്തം ആഡ് ചെയ്യാം. നമ്മളെ കൂടാതെ നമ്മൾ ആഡ് ചെയ്യുന്ന ഡ്രൈവേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അവരൊരു ലൈസൻസ് ചെക്ക് നടത്തും. പിന്നെ അതവർ അപ്രൂവ് ചെയ്യും. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ആഡ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമേ എന്തെങ്കിലും ആക്സിഡൻറ്റോ ഡാമേജോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വണ്ടീനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ദേ താഴെ റിക്വസ്റ്റ് ഡീലർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലീറ്റ് നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിലിലേക്ക് ഡെലിവറി ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ അയച്ചു തരും. ഇന്നത്തേക്ക് ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, വർക്കും ഫാമിലിയും എഡിറ്റിങ്ങും എല്ലാം കൂടെ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ഫ്ലീറ്റ് ഇഷ്ടപ്പെടാനുള്ള കാരണം ദേ ഈ താഴെ മെൻഷൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ 2-3 വർഷം കൂടുമ്പം അപ്പോഴത്തെ ഒരു ടെക്നോളജിയും ട്രെൻഡും ഒക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് ന്യൂ കാർ എപ്പോഴും നമ്മുടെ ഗാരേജിൽ കാണും. ഇനി വരും വീഡിയോസിൽ ഞാൻ പറയാൻ പോകുന്നതും വണ്ടിയുടെ മൈലേജ് എങ്ങനെ അമെൻഡ് ചെയ്യാം, പിന്നെ വണ്ടിയുടെ കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ ഹാൻഡ് ബുക്കിൽ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ ഡ്രൈവേഴ്സിനെ ആഡ് ചെയ്യുന്ന കാര്യം, നമ്മൾ ബുക്ക് ചെയ്യാൻ പോകുന്ന വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം, അതിനുള്ള ഓപ്ഷൻസ്, പിന്നെ പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് എങ്ങനെ വെക്കാം, പിന്നെ വണ്ടി എങ്ങനെ ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ ഔട്ട് ഓഫ് ഒക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അത് സെറ്റ് ചെയ്യണം, പിന്നെ നമുക്ക് വണ്ടി എന്തെങ്കിലും റിപ്പയറിന് നമ്മൾ ഗ്യാരേജിൽ കൊടുക്കുകയാണെങ്കിൽ കോട്ടസിക്കാരൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ ഓരോ കാര്യത്തിനും ഫ്ലീറ്റിൽ ആരെ എങ്ങനെ കോൺടാക്ട് ചെയ്യണം, പിന്നെ ഹോം ചാർജിങ് നമ്മൾ EV ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ വരും വീഡിയോയിൽ കുറച്ച് കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. Up and down, round and round, up and down.